അവിഹിതം പ്രശ്നമാണോ? ആണോ? അല്ലേ? ആണല്ലേ? പ്രണയം പറഞ്ഞിട്ടില്ല, പറഞ്ഞെങ്കിലും കേട്ടില്ല, പറഞ്ഞില്ലെങ്കിലും പറഞ്ഞെന്ന പോലെ തോന്നി. കുറിപ്പിന്റെ വരികളാണ്. പ്രണയം മിക്കപ്പോഴും അങ്ങനെയൊക്കെയാണ്. പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അറിയേണ്ടവർ അറിയും, അനുഭവിക്കേണ്ടവർ അനുഭവിക്കും. ഇൻ ദ മൂഡ് ഫോർ ലവ് 1962 ഹോങ്കോങ് നഗരത്തെ പശ്ചാത്തലമാക്കി പറഞ്ഞ മനോഹരമായ പ്രണയകഥ. ഞാൻ ആദം ശർമ്മ. വെൽക്കം ടു മൈ വേൾഡ്. രണ്ടായിരത്തിലാണ് ഇൻ ദ മൂഡ് ഫോർ ലവ് എന്ന സിനിമാ കാവ്യം പുറത്തിറങ്ങുന്നത്. വിഖ്യാത ഹോങ്കോങ് സംവിധായകനായ വോങ് കാർ വോയ് അദ്ദേഹമാണ് രജനി സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. 2000 നടന്നിട്ടുള്ള കാൻസ് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ഗോൾഡൻ പാം പുരസ്കാരത്തിന് ഇൻ ദ മൂഡ് ഫോർ ലവ് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അദ്ദേഹം എത്രമാത്രം ക്വാളിറ്റിയിലാണ് ഈ ചിത്രം ചെയ്തു വച്ചിരിക്കുന്നത്. പിന്നെ എടുത്തു പറയാനുള്ള ഈ ചിത്രത്തിൻ്റെ വിഷ്വൽ സൈഡ്, വസ്ത്രധാരണം, ഫ്രെയിം, ഇഞ്ച് ടു ഇഞ്ച് വിത്ത് കളർ ടോൺ എല്ലാം 1960 കാലഘട്ടം വരച്ചു വെച്ച പോലെയാണ് അവർ ആ ഒരു സൈഡ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. മ്യൂസിക്, ഈ ചിത്രത്തിൽ ഡയലോഗ് വളരെ കുറച്ചേ ഉള്ളൂ, അതിനൊക്കെ ഓവർകം ചെയ്തു പോകുന്നൊരു ഫീൽ. നമ്മൾ ഈ ചിത്രത്തിൻ്റെ പേര് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഫീലുണ്ട്. ആ സെയിം ആ ഒരു വൈബ് നമുക്ക് ഈ ചിത്രത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, പ്രത്യേകിച്ച് നിങ്ങളുടെ ഹെഡ്സെറ്റിലാണ് ഈ പടം കാണുന്നുണ്ടെങ്കിൽ നമ്മൾ അതിലങ്ങ് ലയിച്ചിരുന്നു പോകും. അത്രയ്ക്ക് മനോഹരമാണ്. ഇനി ഈ ചിത്രത്തിൻ്റെ കഥയിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരേ അപ്പാർട്ട്മെൻറ്റിൽ ഒരേ ദിവസം അടുത്തടുത്ത വീടുകളായിട്ട് താമസത്തിനെത്തുന്ന രണ്ടുപേർ, അവരാണ് ഈ ചിത്രത്തിലെ മുഖ്യ കഥാപാത്രങ്ങൾ. രണ്ടുപേർക്കും ഫാമിലി ഉണ്ട്. പക്ഷേ ഈ ഫാമിലീനെ അധികമായിട്ടൊന്നും കാണിക്കണമെന്നുള്ള, മാക്സിമം ചെറിയ ബാക്ക് ഷോട്ടിൽ കൂടെയൊക്കെയാണ് അവരുടെ ഫാമിലി കാണിക്കുന്നത്. ഒരാളുടെ വോയിസ് മാത്രമേ ഉള്ളൂ. മാക്സിമം ഇതേപോലത്തെ ഷോർട്സ് പിന്നെ വോയിസ്, ഇതിലൂടെയാണ് അവരുടെ ഫാമിലീസിനെ സംവിധായകൻ കാണിക്കുന്നത്. ചോ ഒരു ജേർണലിസ്റ്റാണ്. സൂലിഡൻ ഒരു ഓഫീസിൽ സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. ഇവർ രണ്ടുപേരും അവരുടെ ഫാമിലിയെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ഈ ചോവിൻ്റെ ഭാര്യയ്ക്ക് ജോലി സമയം പ്രശ്നമുള്ളതുകൊണ്ട് തന്നെ അവർ തമ്മിൽ ഒരുമിച്ചുള്ള സമയം വളരെ കുറവാണ്. ഈ സെയിം പ്രശ്നം തന്നെ സുവിൻ്റെ ഹസ്ബൻഡിനുമുണ്ട്. അദ്ദേഹം വിദേശത്താണ്. അതുകൊണ്ട് തന്നെ അവർ തമ്മിലും കാണുന്ന സമയം വളരെ കുറവാണ്. ഇവർക്ക് രണ്ടുപേർക്കും ഒരേപോലത്തെ പ്രശ്നമുണ്ട്. ഇവിടെയൊക്കെയാണ് പ്രണയം എന്ന മജീഷ്യൻ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. തീർത്തും അപരിചിതരായിട്ടുള്ള രണ്ടാളുകൾ, അവരെ തമ്മിൽ അടുപ്പിക്കുന്ന മൊമെൻറ്റ്സ്, കാറ്റാകാം, മഴയാകാം, കവിതകളാകാം, ബുക്സ് ആകാം, എന്തുമാകാം. പക്ഷേ ഇവിടെ ചോയുടെയും സൂവിൻ്റെയും ഉള്ളിലുടലെടുക്കുന്ന ആ ഒരു പ്രണയബന്ധത്തിന് ഒരു പ്യൂരിറ്റി ഉണ്ട്. കൈവിട്ടു പോകാത്ത കാരണങ്ങളുള്ള ഒരു പ്രണയം. 1962 നടക്കുന്ന ഒരു കഥയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു സംഭവം അസാധാരണമാണ്. ഈ ഒരു കാലഘട്ടത്തിൽ സാധാരണ ആ ഒരു വേരിയേഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ചിത്രം വളരെ നന്നായിട്ട് തന്നെ ഫീൽ ചെയ്യും. കാണുക, അനുഭവിക്കുക. ഇൻ ദ മൂഡ് ഫോർ ലവ് കണ്ടു കഴിഞ്ഞതിന് ശേഷം അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.